നീ എൻ്റെ ഒരു ചിരിയില്ലേ എന്നെ എല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ തട്ടും. ഞാൻ വീട്ടിൽ പോയിട്ട് എപ്പോഴും രാത്രിയും പകലൊക്കെ നിന്റെ ചിരി എൻ്റെ മനസ്സിലുണ്ടാവും. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. ലവ് യു. എന്താ എനിക്ക് ദൈവം തന്ന പൈതലാണ് എന്റെ പാത്തുമ്മാന്ന്. എന്താ അറിയോ, നമ്മളെ കല്യാണം കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ആ സമയത്ത് കല്യാണം കഴിയുമ്പോഴേ കുറച്ചൊരു 1 year കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻസ് വരും. വൈ വൈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. കുട്ടികളെ നോക്കുന്നില്ലേ, ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പൊ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മള് കുട്ടികളായതുകൊണ്ട് നമ്മള് കുട്ടിയായിട്ട് എനിക്കൊരു കുട്ടികളി മാറട്ടെ. ഇതിന്റെയും ക്യാപ്ഷനാ എന്താ ഷീസ് മൈ സെക്കൻഡ് മദർ. അത് സത്യം. എനിക്ക് ടെൻഷൻ ആകുമ്പോൾ ആളെടുത്ത് തന്ന് ഇന്ന ആള് ഒന്ന് ഹഗ് ചെയ്ത് പിടിച്ചാൽ ടെൻഷനൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയും എന്നോട്. അപ്പൊ ഞാൻ പറയാം എന്തിനകത്ത് ഇങ്ങനെ ടെൻഷൻ ആക്കി, കുറച്ച് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊന്ന് നോക്കിയാവും. ഞാൻ ഒരാളെന്നെ എണീച്ച് പോയിക്കോളൂ. ഇപ്പൊ നിങ്ങളിങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ചില ആൾക്കാർക്ക് ഇങ്ങനെ കമന്റ്സ് തരാം, ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട്. ആൾക്കാരും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ കേൾക്കുമ്പോ നമ്മൾ ഈ കണ്ണ് കിട്ടാന്നൊക്കെ പറയല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടോ? എനിക്ക് നല്ല ടെൻഷനുണ്ട്. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ കച്ചറ ഇട്ടാക്കല്, അടി കൂടലില്ലേ? നിങ്ങൾ എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ, വഴക്കിടാറില്ല. അല്ല, നമ്മൾ അടി കൂടുന്ന കണ്ട പിന്നെ ഞങ്ങളെല്ലാം നമ്മൾ അൺഫോളോ ചെയ്ത് പോകും. ഓക്കെ, അപ്പോ അങ്ങനെ ഭയങ്കര ഒരു ഒഫീഷ്യലായിട്ട് പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്യാനുള്ള ആവശ്യം വന്നിട്ടില്ല. ഓൾറെഡി ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ എന്നൊക്കെ. പക്ഷേ നമ്മളൊരു ടാസ്ക് തരാം നിങ്ങൾക്ക് എന്തായാലും. ഒഫീഷ്യലി പ്രപ്പോസ് ചെയ്യാത്ത ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പ്രപ്പോസ് ചെയ്യിക്കാൻ തോന്നും. നിങ്ങൾ ആരാ കൂടുതൽ റൊമാൻറ്റിക്? അന്ന് ഇക്കാക്ക ഈ ക്യാമറന്റെ എന്താ പറയാ, ഫോണിന്റെ ക്യാമറ കാണുമ്പോ എനിക്ക് ഭയങ്കര കുറവ്. ഇപ്പം ഞാൻ എന്നെ എപ്പോഴും ശ്രദ്ധിക്കലുണ്ട്. ഇവിടെ നിൽക്കുമ്പോ നീ എൻ്റെ ഒരു ചിരിയില്ലേ എന്നെ എല്ലാം ഉണ്ടായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ തട്ടും. ഞാൻ വീട്ടിൽ പോയിട്ട് എപ്പോഴും രാത്രിയും പകലൊക്കെ നിന്റെ ചിരി എൻ്റെ മനസ്സിലുണ്ടാവും. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. ലവ് യു. ഇപ്പൊ ഞാൻ ചാടി കയറി വന്നു. എന്നിട്ട് പെട്ടികളൊക്കെ പാക്ക് ചെയ്തിട്ട് റൊമാൻറ്റിക് തന്നെ. അതെന്താ അറിയോ, ഞാൻ ഒരു പ്രിപ്പയർ ആയിട്ട് വീഡിയോ എടുക്കലില്ല. ഞാൻ സ്പോട്ടിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുക. അപ്പോൾ ഇതുവരെയായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ജസ്റ്റ് ക്രോപ്പ് ചെയ്യല് മാത്രമേ ചെയ്യാറുള്ളൂ. ജസ്റ്റ് അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 2 സെക്കൻഡ് 5 സെക്കൻഡ് ഇതേ വരാറുള്ളൂ ഒരു എനിക്കൊരു വീഡിയോ ഇടാൻ വേണ്ടിട്ട്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞല്ലോ ആൾക്കിപ്പം എന്തെങ്കിലും വിഷമം വന്നാൽ ഇപ്പൊ എന്നോടല്ലേ ആദ്യം ഷെയർ ചെയ്യണ്ടേന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതിന്റെ ക്യാപ്ഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എന്താണ്, ഈ ദുനിയാവിൽ അവളുടെ ഏറ്റവും വലിയ ലോകം അത് ഞാനാണ്. അത് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നലുണ്ട്. കാരണം നമുക്ക് ഫീൽ ചെയ്യല്ലോ ഞാനാണ് എല്ലാം എന്നുള്ള ആ ഒരു ഇത്. അപ്പൊ ആള് ഭയങ്കര കോംപ്രമൈസ്ഡ് ആണ്. ഞാൻ എത്ര എന്ത് ചെയ്താലും ചിലപ്പം കോംപ്രമൈസ് ചെയ്തിട്ട് ആൾ ഓക്കെ ആവും. അതെന്താ അറിയില്ല, ഭയങ്കര പോസിറ്റീവ് മൈൻഡാണ്. അതെന്താ അങ്ങനെ? അങ്ങനെയല്ല, കാർക്ക് എന്നോടല്ലേ പറയാനുള്ളൂ. ഇതൊക്കെ അങ്ങനെ ചെയ്യട്ടോ, ഞാൻ ആയിക്കോട്ടെ, എങ്ങനെ ചെയ്യണം കേട്ടോ, ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കോ എനിക്ക് വേറൊന്നും പറയില്ല. ഞാൻ അല്ല നിങ്ങൾക്ക് അതല്ല ഇഷ്ടോ, അതൊക്കെ പറയുന്നാൽ അങ്ങനെ ആവരുത്, ഈ എന്നോട് അങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെയെന്ന് പറയണം കേട്ടോ. യെസ് അല്ലെങ്കിൽ നോന്ന് പറയണം. എനിക്ക് നോന്ന് പറയണം ആൾക്കാർ, എന്നാലും എനിക്ക് യെസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാനിപ്പോ ഡ്രസ്സ് ചെയ്യുകയാണെങ്കിലും ഞാൻ പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഞാൻ ചോദിക്കും ഇത് സെറ്റാണോ, അപ്പോൾ ഒരു ഓക്കെ ആണ്, ഇത് ഇടണല്ലേ, കുഴപ്പമില്ല. ഞാൻ അധികം ബ്ലാക്ക് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇടുമ്പോൾ ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന്. അപ്പോൾ ഞാൻ വേറെ ഒന്നിട്ടൊക്കെ ഞാൻ ഇട്ട് നോക്കിയിട്ട് ചോദിച്ചു അവളോട്. അപ്പോൾ ഓക്കെ, അവള് പറയും ആ ഓക്കെ ആണ്. അപ്പോൾ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല.
കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു പിന്നെ അടുത്തത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരും. പക്ഷെ അതൊന്നും പറയില്ല. എന്തിട്ടാലും രസമുണ്ട്. ചിലത് എപ്പോഴെങ്കിലൊക്കെ പറയും രസമില്ല. അപ്പൊ ഞാൻ പറയാ രസം ഉണ്ടാവും, അതാ ഞാൻ പിന്നെ അങ്ങനെ പറയുന്നത്. എന്തിട്ടാലും അടിപൊളി. അതേപോലെ പോസിറ്റീവ് മൈൻഡ് ആയിട്ടാണ് ആളിങ്ങനെ എപ്പോഴും നിൽക്കുക, കൂടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ നിങ്ങളുടെ വേറൊരു വീഡിയോ കാണിച്ചു. കുട്ടികളായില്ലേ കളിയുണ്ട്. ഞാൻ എപ്പോഴും ആളോട് പറയും എന്താ എനിക്ക് ദൈവം തന്ന പൈതലാണ് എന്റെ പാത്തുമ്മ. എന്താ അറിയോ, നമ്മളെ കല്യാണം കഴിഞ്ഞപ്പോ ഫസ്റ്റ് ആ സമയത്ത് കല്യാണം കഴിയുമ്പോഴേ കുറച്ചൊരു 1 year കഴിഞ്ഞാൽ തന്നെ ക്വസ്റ്റ്യൻസ് വരും. വൈ ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഞാൻ പറയുമ്പോ പിന്നെ ആദ്യം ഭയങ്കര സങ്കടമായിരുന്നു. ആള് എവിടെ പോയി വന്നാലും ആരെങ്കിലും ചോദിക്കും. അപ്പൊ എന്റെ അടുത്തുനിന്ന് ചോദിക്കുമ്പോ ഞാൻ എന്താ പറയാ, എനിക്ക് അതിങ്ങനെ ഒരാൾക്കാർ പറഞ്ഞ ഇഷ്ടമില്ല. കാരണം നമ്മളെ പേഴ്സണലി കാര്യത്തിൽ ഇങ്ങനെ വന്നിട്ട് ഒരാളിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അതിന് ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യും, അഗൈൻസ്റ്റ് ചെയ്യും. കാരണം പല ആൾക്കാരും പല മൈൻഡ് സെറ്റിലേക്കും ബേബീസിന്റെ കാര്യമൊക്കെ ചിന്തിക്കുക. അപ്പൊ നമ്മളെ കാര്യം ഒരിക്കലും അവർക്ക് അറിയില്ല. അവർ ഏറ്റവും പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ മൊത്തം നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിൽ പറഞ്ഞ പോലെ അവിടെ ഒരു ഡോക്ടർ ഉണ്ട്, നിങ്ങൾ ആർക്ക് കുഴപ്പം, അവരല്ലേ കല്യാണം കഴിഞ്ഞ ഉടനെ ചോദിക്കും കുട്ടിയായില്ലേന്ന്. കുട്ടിയായ പിന്നെ കുട്ടിയുടെ കാര്യം, കുട്ടിയായില്ലെങ്കിൽ പിന്നെ ഡോക്ടറിന്റെ സജഷൻസ്. ഡോക്ടർ എനിക്ക് തോന്നുന്നത് കാലിക്കറ്റിലുള്ള എല്ലാവർക്കും ഡോക്ടർ ഇങ്ങനെ പേരും നമ്പറൊക്കെ അയച്ചെങ്കിൽ വാട്സപ്പ് അല്ല ഇങ്ങനെ വാട്സപ്പ് ചെയ്ത് തരും, എൻ്റെ കസിൻസും ഇതൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര എന്നോട് പോണോലും സംസാരിക്കണമൊക്കെ ആദ്യത്തെ പറയും. എന്നോട് സംസാരിക്കാത്ത കുറച്ച് ആൾക്കാർ കേട്ടോ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാത്ത. അപ്പോൾ ഞാനെനിക്ക് ഇങ്ങനെ ഇവരെന്താ ഇത് മാത്രം ചോദിക്കാതെ, എനിക്ക് ഇങ്ങനെ കുറേ ഫസ്റ്റിൽ ആ ഒരു 2 years ഒക്കെ എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ അങ്ങനെ അതിനെ പറ്റി മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചോദിക്കുന്നു. പിന്നെ എവിടെ കണ്ടാലും ഇത് ചോദിക്കലേ. ഇപ്പം വീഡിയോ കണ്ട് ചോദിക്കുന്ന മാതിരിയാണ് പണ്ട് ഇതില്ലാത്ത ചോദിക്കുന്നത്. ഇപ്പൊ വീഡിയോ കാണുമ്പോൾ വീഡിയോ നമ്മൾ കാണാൻ കിട്ടോ, രസം കിട്ടോ, ഞാൻ പറയാം ഓക്കെ താങ്ക് യു. അത് അതിലൊതുങ്ങും. പക്ഷെ പണ്ട് അങ്ങനല്ലേനു. പണ്ട് പോകുമ്പം ചോദിക്കുന്നു. പണ്ട് പറഞ്ഞാല് കല്യാണം കഴിഞ്ഞൊരു ടൈമില് പോകുമ്പോ തന്നെ ചോദിക്കാനു ആയിട്ടില്ലേക്കു. അപ്പൊ ഞാൻ പറയും എനിക്കൊന്നും അങ്ങനെ ഞാൻ ഒന്നും പറയാത്ത ആളായതിനൊക്കെ ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ ആയിക്കോളൂ എന്ന് പറയും. വേഗം നോക്കണം കേട്ടോ, അങ്ങനെ കേട്ടോ ഞാൻ ഇത് എന്താ ഞാൻ ചെയ്യാ. പിന്നെ കഴിഞ്ഞ കുറച്ച് ഡോക്ടേഴ്സിന്റെ സജഷൻ ഒക്കെ ഉണ്ടാവും. ഇന്ന അവിടുത്തെ ഡോക്ടർ, ഇവിടുത്തെ ഡോക്ടർ, അവിടെ പോയാൽ മതി, ഇവിടെ പോയാൽ മതി, അവിടെ തേങ്ങ വെച്ചാൽ മതി, മതി. അപ്പൊ ഞാൻ എന്താ പറയാ ഓക്കെ ഞാൻ നമ്മളെന്താ നമ്മളെ അഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞ ചിലപ്പോ അവൾക്ക് ഫീൽ ചെയ്ത് അപ്പൊ അതിനോട് ഞാൻ എന്തെങ്കിലും ഓക്കെ. പിന്നെ കുറെ കേൾക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് റിഗ്രറ്റ് അടിക്കാൻ അങ്ങനെയല്ല. ഓൾറെഡി നമുക്ക് ആയിട്ടില്ല എന്നാ പിന്നെ ചോദിക്കാണ്ടൊക്കെ കണ്ട ആളെന്നെ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോ ഞാൻ പിന്നെ എനിക്കൊരു ഫീൽ ആയിട്ട് തോന്നിയ ഒരാളോട് ഞാൻ പറഞ്ഞു എന്നാൽ കുറച്ചു കാലം നമ്മളെ കുട്ടി ഇപ്പൊ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ നമ്മള് കുട്ടികളായതുകൊണ്ട് നമ്മള് കുട്ടിയായിട്ട് എനിക്കൊരു കുട്ടികളി മാറട്ടെ. ഞങ്ങൾ ഓൾറെഡി കുട്ടിയാ, ഞങ്ങൾ എങ്ങനെ ഒരു കുട്ടീനെ നോക്കാം. അല്ല ഞാൻ പറയാം ഇപ്പൊ കുട്ടികളായിട്ടാണ് നമ്മൾ നടക്കുന്നത്, അതിനോട് നമുക്ക് കുട്ടികൾ വേണ്ടെന്ന് വെച്ചിട്ട്. ഞാൻ എന്തായാലും വേറൊരു വീഡിയോ കാണിച്ചുതരാം നിങ്ങളുടെ. ഇപ്പൊ റീസെന്റ് ഇത് ഇപ്പൊ ട്രെൻഡ് ആയിരുന്നല്ലോ അല്ലേ. ആൾക്ക് ഞാൻ പറഞ്ഞു സീൻ്റെ നമ്മുടെ ഇവിടുത്തെ റിക്വയർമെന്റ് എന്താന്ന് വെച്ച് ഈ എന്ത് സംഭവം അറിയോ, ആൾക്ക് അത് മാത്രമല്ലേ കൊറേ ആക്ഷൻസ് ഉണ്ട്. ഓക്കെ പാത്തായിട്ട് കണ്ടുപിടിച്ച 3 എക്സ്പ്രഷൻസ് കണ്ണ് 2 സൈഡിലേക്ക് നോക്കും. ഇടയ്ക്ക് അങ്ങനെ വേണ്ട ശരിക്കല്ലേ. ഇല്ലല്ലോ മറ്റൊരു സാധനം കൊറേ ഉണ്ട്. ഇത് എന്താ അറിയോ എന്നെ കളിയാക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുമ്പോ വണ്ടിയിൽ പോകുമ്പോ ജനലിനുള്ളിൽ കൂടെ ഒക്കെ ഈ ഒരു ആക്ഷൻ ഇട്ടിട്ട് പോകും. എന്നിട്ട് എന്താ പറയാ ആ ചെറുതുണ്ടല്ലോ ഇപ്പൊ എന്റെ വീട്ടിലുള്ളേ, അപ്പൊ അതും ഇതേപോലത്തെ കുറെ ആക്ഷൻസ് ഉണ്ടാക്കും. അതൊന്ന് അതിലിങ്ങനെ വരൂല, അതാ പ്രശ്നം.
ഇത് സ്റ്റിക്കർ ആക്കി എടുക്കാല്ലേ? സ്റ്റിക്കർ ആക്കണം കേട്ടോ. അതില്ലേ ആ ടൈമില് എന്തെങ്കിലും കാര്യമായിട്ട് പറയുക ഇപ്പൊ എനിക്ക് പറ്റൂല. അപ്പൊ എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് ചില ടൈമിൽ വല്ലാണ്ട് ഇങ്ങനെ പറയും. ദേഷ്യം പിടിക്കും. ഞാനിതില്ലേ എന്റെ അടുത്ത് 3-4 ഫോട്ടോസ് ഉണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ബെഡിന്റെ നേരെ ഓപ്പോസിറ്റാ. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് ആ സാധനം അവിടെ വെച്ച എന്തിനാ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യാച്ചാൽ ഒരു 10:30 അല്ലെങ്കിൽ 12 o'clock ഞാൻ വീട്ടിലെത്തുക. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ 12 o'clock 1 o'clock ചിലപ്പോൾ 2 o'clock ഒക്കെ കുറച്ച് ഓവർലോഡ് മുമ്പ് വർക്ക് ചെയ്യും. അപ്പോൾ ആളെന്ത് ചെയ്യും, ഉറങ്ങാണ്ട് അവിടെ ഇരുന്ന് കഥ പറയും. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഇങ്ങനെ കഥ പറയുമ്പോൾ ഞാനിങ്ങനെ മോളിൽ കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സാധനത്തിന് റീപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ആളെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ എന്താ പറയാ, വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ എക്സ്പ്രഷൻ, ഇതിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട് എന്റെ അടുത്ത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാറോ, ഞാൻ കരിഞ്ഞ് മാറ്റിപ്പിച്ച ആൾക്കാർ ചോദിക്കൂലേ. ഞാൻ ഫോൺ വരുമ്പോ ഞാൻ എന്റെ സ്ക്രീനിൽ ഫോട്ടോ വെക്കാലോ. അപ്പൊ ഇതില് വേറൊരു അടിപൊളി എക്സ്പ്രഷൻ ഉണ്ട് എന്റെ അടുത്ത്. എന്താ എന്റെ പേര് ഇതിന് മുമ്പ് വേറെ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം ഉണ്ട് അല്ല അത് ആദ്യം ഞാൻ സേവ് ചെയ്ത അങ്ങനെ എന്തേലും കയ്യിൽ കല്യാണം ഉറപ്പിച്ച് കൈ കിട്ടിയ ടൈമില് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി. ഞാനിത് ഒരു ദിവസം ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടോ. അപ്പൊ ഫോണിൽ നമ്മളെ ഐഫോണിൽ ഇങ്ങനെ വോയിസ് കമന്റ് വരുമല്ലോ. അപ്പൊ ഞാൻ എന്റെ ഫോൺ കാണാനായിട്ട് വിളിച്ചതായിരുന്നു. ഫോൺ കാണാനായിട്ട് അപ്പഴാണ് ഞാൻ അറിയണത് എന്റെ പേര് ഇതാണ്. അപ്പൊ പിന്നെ അതിന്റെ വാൾപേപ്പർ അന്ന് ഞാൻ വാൾപേപ്പർ മാറ്റിട്ട് ഞാൻ സെറ്റ് ആക്കി. പിന്നെ കുറെ ഒരു 6 മാസത്തോളം വാൾപേപ്പർ. പിന്നെ ആൾക്കാര് കളിയാക്കാൻ തുടങ്ങിയപ്പോ ഞാന് കരിഞ്ഞു. ഞാൻ ഫ്രണ്ട്സുകൾക്ക് ആളറിയാം. ഞാൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവും അധിക സമയത്തും. എന്താ വെച്ചാല് ഞാൻ വർക്കിന് പോകുമ്പോ ഞാൻ പറഞ്ഞില്ലേ സൈറ്റിൽ ഞാൻ എന്ത് ചെയ്യും, കാലിക്കറ്റുള്ള സൈറ്റ് ആണെങ്കിൽ തന്നെ ഞാൻ ആളവിടെ കൊണ്ടാക്കിയിട്ട് വർക്കേഴ്സിനൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് പറയും. ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സ് ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കല്യാണം കഴിയാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ അങ്ങനെ ആലോചിച്ച് അതിന്റെ ഇടയിൽ വേറെ കമന്റ് കൂടി ഉണ്ട്. എന്താ വെച്ചാല് നമ്മള് ഈ ഒരു പ്രവാസിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു. അതൊക്കെ വല്ലാണ്ട് ഫീൽ ആയി. കാരണം നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ വീട്ടിലുള്ള നാട്ടിലുള്ള ഭാര്യമാരൊക്കെ ഭയങ്കര ഇതായിരിക്കും. മീൻസ് അവർക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും, മിസ് ചെയ്യും. അപ്പോൾ അതെനിക്ക് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ അതോടെ നിർത്തിയാലോ എന്ന്. സത്യമായിട്ടും അങ്ങനത്തെ വീഡിയോസ് അല്ല. അവരെന്നെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണട്ടോ, കാണാൻ നല്ല രസമുണ്ട്. പിന്നെ അവരെ വൈഫ് നമുക്ക് മെസ്സേജ് അയച്ചിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞിങ്ങനെ ബ്രോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യണമല്ല, നിങ്ങൾ ആരും സങ്കടപ്പെടുത്താൻ ചെയ്യണമല്ല, ഞാൻ എൻ്റെ ഒരു നല്ല ഹാപ്പിനെസ് മൂമെന്റ് മാത്രമേ ഞാൻ അതിൽ ക്യാപ്ചർ ചെയ്തിടണുള്ളൂ. എനിക്ക് അത്ര ഫീൽ ആവുന്നുണ്ടെങ്കിൽ സോറി, ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യണില്ല. അതെന്താ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയി. ഞാൻ അങ്ങനെ കുറച്ച് സെന്റിമെന്റ്സ് കൂടുതലാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ അങ്ങനത്തെ വീഡിയോ എനിക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആൾ റീപ്ലൈ തന്നു, ബ്രോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞില്ല, എൻ്റെ വൈഫ് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളില്ലാത്തപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ എൻ്റെ വീഡിയോ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഓരോ വീഡിയോയും പറഞ്ഞുതരും, ഇന്ന വീഡിയോ ഇന്ന് ചെയ്യില്ലേ, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ നിങ്ങൾ ഇൻഷാല്ലാ നിങ്ങൾ നാട്ടിലെത്തിയിട്ട് എന്തായാലും വിളിക്കുകയും ഞാൻ കാണാൻ വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ വേറൊരു നൈറ്റ് റൈഡ് വീഡിയോ ആണ്. ഞാൻ വീഡിയോ കുറേ പ്രാവശ്യം കാണാറുണ്ട്. ഞാൻ എന്റെ വീഡിയോ തന്നെ ഒരുപാട് പ്രാവശ്യം കാണും. രസാട്ടോ. അല്ല ഐ മീൻ ഇങ്ങനെ കാണാനായിട്ട് ഞാനാ പോയതിനെ കൊണ്ടേ ഭയങ്കര രസമായിരുന്നു. അതിന് പാത്ത് പറഞ്ഞു. പക്ഷെ എന്താ അറിയോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര മെമ്മറി ഫുള്ളാണ് നമുക്ക് രണ്ടുപേർക്കും ആ വീഡിയോ. ഇനി ആഫ്റ്റർ നമുക്കൊരു നമ്മളെ ഇടയിലേക്ക് ഒരാളും കൂടി വരുമ്പോ ഇല്ലേ, ഇനിയിപ്പോ വരുമ്പോ ഞാനോ ആരെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും ആ ഒരു വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ് വൈഫ് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആ ഒരു ഇമോഷണൽ ഫീൽ കൊടുക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനെയായിരുന്നു അവർ രണ്ടാളും എന്നുള്ള ആ ഒരു സാധനം കിട്ടാൻ വേണ്ടിട്ട്. അതാ ഞാൻ ആദ്യമേ ഇൻട്രോയില് തള്ളിയതല്ല, ലൈക്ക് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീൽ ഗുഡാണ് അത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആ ഒരു ജെന്യൂനിറ്റി, നിങ്ങളുടെ നമ്മളിങ്ങനെ കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു റിയലിസ്റ്റിക് റാൻഡം വീഡിയോസ് ആണ്, അതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മള് വേറൊരു വീഡിയോയില് നിങ്ങൾ കാറിൽ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോയില് പാട്ട് പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും പാട്ട് പാടുന്ന ആൾക്കാരായതുകൊണ്ട് അല്ലേ, കാർ റെഡിയല്ലേ? ജുനൈദ് റെഡിയാണ് പാട്ട് പാടാൻ.
അതൊക്കെ പാട്ടാടോ പക്ഷെ റിലിക്സ് ഞാൻ ബാത്റൂം പോയ സിംഗർ കേട്ടോ. പാത്തൂന്ന് വിളിച്ചിട്ടൊരു പാട്ട്, പാത്തൂന് വേണ്ടി ഒരു പാട്ട്. ഏതാ പാട്ട് ഇത്? പാട്ട് പറഞ്ഞോ? അത് ആ പാടാൻ പറഞ്ഞു. ആടാനാ അത് തന്നെ വേണമെന്നില്ല, ഇഷ്ടമുള്ള നിങ്ങക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പാട്ട്. ഓരോരോ വാക്കിലും നീയാണെൻ സംഗീതം, ഓരോരോ നോക്കിലും നൂറല്ലോ വർണ്ണങ്ങൾ, ജീവന്റെ ജീവനായി നീ എന്നെ പുൽകുമ്പോൾ, രാവെല്ലാം രാവാകും പൂവെല്ലാം പൂവാകും, ഹൃദയമന്താരമല്ലേ മെല്ലെ നീ ഹൃദയമന്താരമല്ലേ നീ, അരുമോർമ്മയല്ലേ പ്രിയരജനി പൊന്നമ്പിളിയുടെ താഴം പൂ നീ ചൂടുമോ. പോരെ രസമായിട്ടുണ്ട്, താങ്ക് യു. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ പാടിത്തരുന്ന പാട്ട് ഏതായിക്കാക്കാം? കാക്ക പാടിത്തരാം. ഫസ്റ്റ് പാടിയ പാട്ട് ഇത്. ഫസ്റ്റ് പാടിയ പാട്ടില്ലേ നീ ചിരിക്കടി അവരുടെ ഒരു പാട്ടുണ്ട്, അത് പണ്ടത്തെ പാട്ടാട്ടോ. അത് ആ ഫോണിലൂടെ അന്ന് മാപ്പിള പാട്ട് ഭയങ്കര ട്രെൻഡിങ് സമയം. സാഫി കൊല്ലം, സ്ഥലം കൊടുത്തു, സ്ഥലം കൊടുത്തൊരു ചിരിക്കടി പാത്തുമ്മ നിന്റെ ചിരി കാണാൻ അഴകാ പറഞ്ഞിട്ട്. ബാക്കി പഠിക്കും. അല്ല നിങ്ങള് പാടിക്കോളൂ, ആ പാടിക്കും. ഫോണിലൂടെ പാടി തന്നാട്ടോ. കിളിയേ നീയാണെന്റെ കൽവിൽ, നീയും ഞാനും ചേർന്നാൽ മുഹബത്തിന്റെ ഇശല്, മുല്ലേ മുല്ലേ പൂവഴകാം പെണ്ണെ പെണ്ണെ, കോർത്തു വെച്ച മാല നീ അണിഞ്ഞാൽ പിന്നെ പിന്നെ അത്രേ ഉള്ളൂ. കളർ സൂപ്പർ ആയിട്ടുണ്ട്. ഈ ഇപ്പൊ എന്താണ് ചിരിനെ കുറിച്ച്, പാത്തുവിന്റെ ചിരിനെ കുറിച്ചാണ് ഇപ്പൊ ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് വേറെ ഒരു വീഡിയോയും കൂടി കാണാം. വീഡിയോ ഒക്കെ കാണാലോ പോ. പിന്നെ പാത്തുവിന്റെ ചിരിയാണ്. ഇത് നോമ്പിനടുത്തല്ലേ അമ്മ? അവൻ ചായ കുടിക്കാൻ പോയത്. സത്യം റിഗ്രറ്റ് അടിക്കുന്നു ചാവിന്. ആ ലൊക്കേഷൻ ഇല്ലേ, ശരിക്കും അവിടെ പോയിരുന്ന് വിഷമിച്ചിട്ടുണ്ടോ കെട്ടിച്ചേരില്ല എന്ന് പറഞ്ഞു? ഞാൻ എന്താ വെച്ചാൽ അധികം ഞാൻ ടൗണിലാണ് അധികം. ഞാൻ +2 +1 ഒക്കെ ടൗണിലാണ് പഠിച്ചത്. അവിടുന്ന് ആഫ്റ്ററൊക്കെ ഞാൻ ടൗണിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയോട് വാശി പിടിച്ചിട്ട് എനിക്ക് എന്തായാലും ടൗണിൽ പഠിക്കണം. എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 10 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ടൗണിലേക്ക്. അപ്പോൾ ഞാൻ ടൗണിൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എനിക്കൊരു ഗവൺമെൻറ് കോളേജ് കിട്ടിയപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തൊരു പ്രൈവറ്റ് കോളേജ് പഠിച്ചു ടൗണിൽ. അതെന്താ വെച്ചാൽ എനിക്ക് ടൗണിൽ പഠിക്കണം. എന്താ വെച്ചാൽ എൻ്റെ കൂടെ ഞാൻ കണ്ട ആൾക്കാരെ തന്നെയല്ലേ വീണ്ടും കാണാൻ പോകണമെന്ന്, എനിക്ക് പുതിയ ഫ്രണ്ട്സുകളെ കിട്ടണോ, കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അങ്ങനെ ഞാൻ ഇന്നെ ആരും അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പഠിക്കണമെന്ന് വിചാരിച്ച ഒരു സ്കൂളിൽ പോയി. അങ്ങനെ കോളേജിൽ പോയപ്പം അവിടെ ചേർന്നപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു 3 days 4 days കഴിഞ്ഞിട്ട് കോളേജിൽ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ആരും അറിയില്ലല്ലോ, ഞാൻ ഫ്രഷറായിട്ട് പാവത്താനെ പോലെ. അന്ന് റാഗിങ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ പോയപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ക്ലാസ് കഴിഞ്ഞ ടോപ്പിക് കിട്ടില്ല. ശരിയാണല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ അവിടെ കയറാം. ഞാൻ പാത്തുവിനെ കയറണം. എനിക്ക് കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നാട്ടിലുള്ള. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി തളർന്നു. പിന്നെ ഫിസിക്കലി ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു. അന്ന് എൻ്റെ ഫിസിക്കലി ബോഡി മൊത്തം ഞാൻ മെലിഞ്ഞ് ഒട്ടി, എനിക്ക് ഫുഡൊന്നും വേണ്ടാണ്ടായി. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ അധികം ബീച്ചിലേക്ക് പോയിട്ട് അവിടെ ഇരിക്കും. പിന്നെ എൻ്റെ ഫസ്റ്റ് 10th പഠിച്ച ഒരു കുന്നിൻ്റെ മേലെ സ്കൂള്, അതുപോലെ എല്ലാവരും കളിക്കുമ്പോൾ ഞാൻ അവിടെ നോക്കിയിരുന്നിട്ട് ഫുള്ള് റിഗ്രറ്റ്. അന്ന് ഷോക്കാണ് സത്യം പറഞ്ഞത്. ലൈഫ് ഒരു സെറ്റ് ആവില്ലേനു. അന്ന് ഇങ്ങനെ ഒരു ലവ് കഴിഞ്ഞ അടുത്തൊരു സ്റ്റേജ് ഒന്നും ഇല്ലായിരുന്നു. അന്ന് ലവ് ചെയ്യുമ്പോൾ ഒരു റിയൽ ലവ് ഇല്ലേ, നമ്മളെ കാഞ്ചനാമൊക്കെ ഉള്ള ഒരു സീനില്ലേന്. സത്യമായിട്ടും അങ്ങനെയായിരുന്നു ലവ് ചെയ്യുമ്പോൾ. സത്യം ആ ഒരു ഫീൽ കഴിഞ്ഞാൽ ഈ വേറെ ആളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഒരു അത്ര ബോണ്ട് ചെയ്യും എനിക്ക്. പിന്നെ സെറ്റായി. അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങനെ മെമ്മറി ആയിട്ടുള്ള. ഞാൻ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് കൊണ്ടുപോയത്, ഞാൻ ഫസ്റ്റ് ഇരുന്ന് ആ സ്ഥലത്തെ കൊണ്ടുപോയത്. ഞാൻ എന്താ പറയുക, ഒരു കുന്നിൻ്റെ മുകളിൽ അധികം സൺസെറ്റ്, ഈ വൈകുന്നേരമാണ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും വൈകുന്നേരം സമയത്ത് ആ സൺസെറ്റ് ഫീൽ. എല്ലായിടത്തും സൺസെറ്റ് ഉണ്ടാവും. കാരണം നമ്മളവിടെ ഒരു കുന്നുണ്ട് വീടിൻ്റെ ബാക്കിൽ. അതിൻ്റെ എൻ്റെ സ്കൂളും അവിടെ തന്നെ ആയിരുന്നു.
അപ്പോൾ ഞാൻ ആളവിടെ കൊണ്ടുപോയിട്ട് ഇരുത്തിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് അറിയില്ല ഇവിടുന്ന് ഒരുപാട് കരഞ്ഞിക്കണെന്ന്. കല്യാണം കഴിഞ്ഞ് നമ്മളെ അന്ന് നടന്ന എല്ലാ വൈക്കൂട്ടും നമ്മൾ നടന്നിട്ടുണ്ട്. എല്ലാ വഴി നമ്മൾ റീബാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തിരുന്നു ചോക്ലേറ്റിൻ്റെ. അന്ന് ഞാൻ ആൾക്കറിയില്ലേനു ഞാൻ നമ്മൾ ഫസ്റ്റ് കണ്ട സ്ഥലം അവിടെ ആണെന്നുള്ളത്. ഞാൻ വിചാരിച്ചു ഇന്നെ അറിഞ്ഞ് ഇന്നെ സർപ്രൈസ് ചെയ്യിക്കുന്നു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് അന്ന് ഞാൻ സൈറ്റിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നമ്മളെ തളിക്ഷേത്രത്തിന് എഴുതിയ സൈറ്റ്. അവിടുന്ന് വന്ന് ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തിൻ്റെ ഈ ഓട്ടോ കയറി വന്നാൽ മതി, ഞാൻ അവിടേക്ക് എത്താം, എനിക്ക് അവിടുന്ന് വൺ വേ വളച്ച് വരാമ്പോൾ കുറേ ടൈം എടുക്കും, ഞാൻ ഒരു ഓട്ടോ കയറി വന്നാൽ മതി. ഞാൻ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടേ എന്തേലും. പക്ഷെ ആള് ഞാൻ വിചാരിച്ചു സർപ്രൈസ് ആയിട്ടില്ല. ആള് ചോക്ലേറ്റ് ഉണ്ടോ ചാടി വീണിട്ട് ചോക്ലേറ്റ് ഓക്കെ ചോക്ലേറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നത്തെ പ്രത്യേകത എന്താ അറിയാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ അറിയാണ്ട് എനിക്കൊരു സർപ്രൈസ് തരും, കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചു തന്നെ. പക്ഷെ ആകെ പാളി. ഞാൻ ലാസ്റ്റ് ചോക്ലേറ്റ് കൊടുത്ത് ചോക്ലേറ്റ് എനിക്ക് ഓർമ്മയില്ല സത്യമായിട്ട് ഫസ്റ്റ് ആയിട്ട് അന്നാണ് കണ്ടത്. അവിടെ പള്ളിയിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ സംസാരിക്കാൻ വേണ്ടി ആ പള്ളിയിലേക്ക് അന്ന് ആ പള്ളിന്റെ ആ സൈഡിലൊക്കെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ഇമോഷണൽ ആയപ്പോ ഞാൻ അന്ന് അവിടെ നിന്ന് തന്നെ ഒരു ചോക്ലേറ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് ഞാൻ പൊട്ടിച്ച് ഞാൻ തിന്ന്. അപ്പൊ എന്താ വെച്ചാൽ എന്തിനാ അറിയോന്ന്. അപ്പൊ അന്ന് തിന്നാനല്ലേ, കൂടുതൽ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ കാക്ക പറഞ്ഞു എന്നോട് ഇന്നാണ് എന്നെ ആദ്യമായിട്ട് ഞാൻ കണ്ടത്. ഞാൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അതെനിക്ക് അല്ല ഞാൻ അങ്ങനെ അങ്ങോട്ട് ഓർമ്മിച്ച് വെച്ചിട്ടില്ല. എന്റെ ബർത്ത്ഡേ ഇക്കാക്കന്റെ ബർത്ത്ഡേ ഞാൻ ആദ്യമായിട്ട് എനിക്കൊരു ഭയങ്കര സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് എന്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര എനിക്കൊരു ആഗ്രഹമായിരുന്നു. എനിക്ക് ഫസ്റ്റ് ആയിട്ട് എന്താ പറയാ സാലറി കിട്ടിയപ്പോൾ ഫസ്റ്റത്തെ എന്താ പറയാ സാലറിക്ക് ഇക്കാക്കാണ് ഞാൻ സർപ്രൈസ് കൊടുത്തത്. മുപ്പരാൾ ഇതുവരെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല ബർത്ത്ഡേക്ക്. എന്നെ ഫ്രണ്ട്സ് എല്ലാവരോടും ഞാൻ പറഞ്ഞ് സെറ്റാക്കി ഒരു നമ്മളവിടുത്തെ ബിസിനസ് പാർക്ക് ഉണ്ട് ഹൈലൈറ്റ്, അവിടേക്ക് കൊണ്ടുവരിപ്പിച്ചിട്ട് ഒരു 12 മണിയായപ്പോൾ ഞാൻ കേക്കും കുറച്ച് ബലൂൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാത്ത രീതിയിൽ തന്നെ ഫ്രണ്ട്സ് സെറ്റ് ചെയ്ത് ക്യാമറമാൻ എല്ലാം സെറ്റ് ചെയ്ത്. അന്നൊന്നും ഇങ്ങനൊന്നും ഇല്ല, വീഡിയോസ് എടുക്കണ പരിപാടിയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എനിക്ക് അത് കരിഞ്ഞൊക്കെ ചെയ്തായിരുന്നു. വീഡിയോസ് ഉണ്ട്, പക്ഷെ ഫോട്ടോസ് ഉണ്ട്, ചെറിയ ചെറിയ ഫോട്ടോസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ എന്താ പറയാ ഇതിപ്പോ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കളിക്കുന്ന മാതിരി അങ്ങനെ ഒന്നും ഇല്ല. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയത്. ഞാൻ ഇവിടെ എന്താ വെച്ചാൽ ഈ സമയം 12 മണിയാകുമ്പോ ഞാൻ അന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വീട്ടിൽ തൊട്ടടുത്ത് വീട്ടിലാക്കി കൊടുത്തു. അന്നും ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ പറഞ്ഞു അങ്ങനോട് നാട്ടിൽ നിന്ന് വീട്ടിലേക്കാക്കി തന്നെ പറയും. അപ്പോൾ ഞാൻ ലേറ്റ് ആവും എത്താൻ. അപ്പോൾ ആള് പിന്നെ 12 മണിയായപ്പോൾ ഉമ്മൻ്റെ ഫോൺ ഓഫ്, ഇവളെ ഫോൺ ഓഫ്, കാക്കൻ്റെ ഫോൺ ഓഫ്. അപ്പോൾ ഞാൻ ആകെ ടെൻഷൻ ഉണ്ടായി. ഞാൻ പറഞ്ഞു ആദ്യം ഉമ്മനെ ഒരു കുറച്ച് ഓൺ ആയപ്പോൾ ഞാൻ പറഞ്ഞു പാത്ത് വന്നോ വീട്ടിലേക്ക് എത്തിച്ചു. ഇല്ല വന്നിട്ടുണ്ട് ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ അപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി എൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞു നിൻ്റെ വക ട്രീറ്റാണ് വാ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഓൻ്റെ വക ട്രീറ്റാണ്. അപ്പോൾ ഞാൻ ഒന്നും ലെറ്റർ ഡ്രസ്സായിട്ട് ഇറങ്ങി ഓടി, കാരണം ഓനോട് അപ്ലൈ കിട്ടുള്ളല്ലോ. അപ്പോൾ ഞാൻ ലെറ്റർ ഡ്രസ്സായിട്ട് ഇറങ്ങി ഓടിയപ്പം ഞാൻ അവിടെ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എവിടെ എത്തിയാൽ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നെ വിളിച്ച മുമ്പ് സ്വിച്ച് ഓഫ്. അപ്പോൾ ഞാൻ ആകെ ടെൻഷൻ. ഞാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വരാം, ഞാൻ സ്ഥലം വരെ പോയി വരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല ഇപ്പോൾ പോലെ ഒരു 5 മിനിറ്റ് ഫുഡ് കഴിച്ചിട്ട് എന്തായാലും പോകാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാക്കണ്ടല്ലോ പ്രശ്നമില്ല. അപ്പോൾ ആളെ കണ്ട് ആകെ ടെൻഷനായി. ഞാൻ എന്നിട്ട് ഇവിടെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ കല്യാണം കഴിഞ്ഞാണ്. ഞാൻ പറഞ്ഞു പാത്തുവിൻ്റെ ഫോൺ കിട്ടില്ല, എന്താ സീൻ എന്താ, എന്തെങ്കിലും നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ പറയാത്ത എന്തോ, അമ്മൻ്റെ ഫോൺ ഓഫോ എല്ലാവരും ഫോൺ ഓഫ് എന്ത് പറ്റിയെന്ന്. ഞാൻ ആകെ ടെൻഷനായിട്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഇവിടെ ഫോണ് പിന്നെ വെല്ലടിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഫോൺ എടുത്തു കഴിഞ്ഞാൽ നല്ല ചീത്ത പറയണോ, കാരണം ഒരാളോട് പറഞ്ഞിട്ടാണല്ലോ പോലെ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതാവല്ലോ ടെൻഷൻ അടിക്കുന്നുള്ളത്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ, പക്ഷെ ഫോൺ എടുത്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെ എല്ലാവരും ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫുഡ് കഴിക്കാൻ വന്നായിരിക്കും. പെട്ടെന്ന് ഒരാൾ തൊട്ടടുത്തുനിന്ന് വന്നിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നപ്പോൾ ഞാൻ പേടിച്ചു. അപ്പൊ ഞാൻ ആദ്യം ചീത്ത പറയണോ കേക്ക് ഇട്ട് സന്തോഷം പറയണോ, അന്നാണ് ആദ്യമായിട്ട് ഞാൻ സർപ്രൈസ്ഡ് ആയത് ലൈഫിൽ. എന്റെ ഒരു ആഗ്രഹം കേട്ടോ അവിടെ കഴിഞ്ഞു. ഓക്കെ ഒരു വീഡിയോ കൂടി കാണാവേ. ആളെ കൈവിൽ എപ്പോഴും കത്തിയും കൂടൊക്കെ ഉണ്ടാവല്ലോ. എന്റെ പോലെ നോക്കി എനിക്ക് ആദ്യമായിട്ടൊന്ന് വാരി തരുന്ന ആണോ? ഫസ്റ്റ് ടൈം ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ വാരി കൊടുക്കണത്. അതെന്താ അറിയോ, ഞാനാണ് അധികം ലേറ്റ് ആയിട്ട് വന്നാൽ ആള് ഫുഡ് കഴിക്കാണ്ടൊക്കെ നിൽക്കും.
അപ്പോൾ ഞാനിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ സിസ്റ്ററും മക്കളൊക്കെ ഉണ്ട്. സിസ്റ്റർ ചെറിയൊരു സർജറി കഴിഞ്ഞിട്ട് വീട്ടിലാണ്. സർജറി ഇല്ല, ഒരു അപ്പൻഡിക്സിൻ്റെ പ്രശ്നം കൊണ്ട് സർജറി കഴിഞ്ഞ വീട്ടിലാണ്. അപ്പോൾ ഞാൻ വരുന്നത് കാത്തുക്കും. ഞാനൊരു നോമ്പ് ആയതുകൊണ്ട് എനിക്ക് നൈറ്റ് വർക്ക് അധികം എടുക്കാൻ പറ്റും. അപ്പോൾ ലേറ്റായി വരുമ്പോൾ പോലെ എല്ലാവരും കാത്തുക്കും. എന്നിട്ട് ചെറുതിന് വാരി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുക. എന്നിട്ട് പോലെ 3-4 വന്ന് ഇരുന്നിട്ട് വാരി കൊടുത്തിട്ടാണ് പോകുക. ഞാൻ അധികം വാരി കൊടുക്കല്ലേ, പക്ഷെ എനിക്കെന്നാ ആദ്യമായിട്ടാണ്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം അന്നാ വാരി കൊടുത്തത്. ഇതിൻ്റെയും ക്യാപ്ഷനാ എന്താ, ഷീസ് മൈ സെക്കൻഡ് മദർ. അത് സത്യം. എന്താ അങ്ങനെ തോന്നി? എന്താ അറിയോ, നമുക്കൊരു ഞാൻ എൻ്റെ ഉമ്മനോട് ഭയങ്കരമായിട്ട് സംസാരിക്കലുണ്ട്. എൻ്റെ ഉമ്മനോട് നമ്മളെന്താ വെച്ചാൽ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെ അധിക സമയത്തും ഒപ്പരം കഴിക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. വൺ ടൈം ടേബിളിൽ എല്ലാവരും ഒത്തുകൂടും. എന്നിട്ട് അവിടുന്ന് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. ഫാമിലി മാറ്റർ ആണെങ്കിലും നമ്മളിടയിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ നല്ലതായിട്ട് ഡിസ്കസ് ചെയ്യും. അത് എനിക്ക് മസ്റ്റായിട്ട് മിസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അത് കുറച്ച് ദിവസം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ടൈം കണ്ടെത്തിയിട്ട് അതിന് വരാൻ നിൽക്കലുണ്ട്. അപ്പോൾ നമ്മൾ ടെൻഷനൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ടെൻഷനാകുമ്പോൾ ആളെടുത്ത് വന്ന് ഇന്ന ആള് ഒന്ന് ഹഗ് ചെയ്ത് പിടിച്ചാൽ ഞാൻ ടെൻഷനൊക്കെ സെറ്റാവും. ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയും എന്നോട്. അപ്പം ഞാൻ പറയാം എന്തിനകത്ത് ഇങ്ങനെ ടെൻഷൻ ആക്കി, കുറച്ച് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊന്ന് ഓക്കെ ആവും. ഞാൻ ഒരാളെന്നെ എണീച്ച് പോയിക്കോളൂ. ടെൻഷനില്ലേ, നമുക്ക് ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറയില്ല, സെറ്റാവും. ആ സെറ്റാവും എന്ന് പറയില്ലേ, റെഡി ആയിക്കോളൂ, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാനും വിചാരിക്കും റെഡി ആയിക്കോളും, ഞാനും സെറ്റാവും. എൻ്റെ പാത്ത് പറഞ്ഞ പിന്നെ സെറ്റാവുന്നൊക്കെ അങ്ങനെയല്ല, സെറ്റാന്ന് ഇങ്ങനെ പറയും. അപ്പം ഞാൻ പേഴ്സണലി ഓക്കെ. ഞാൻ ചില സമയത്ത് വർക്ക് കംപ്ലീറ്റ് ആവാഞ്ഞാലോ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത ടൈമിലോ അല്ലെങ്കിൽ കംപ്ലീഷൻ ചെയ്ത സമയത്തൊക്കെ കമ്മിറ്റ് ചെയ്ത സമയത്തൊന്നും വർക്ക് ഫിനിഷ് ആവാഞ്ഞാലൊക്കെ പിന്നെ ടെൻഷൻ ആയിരിക്കും. പിന്നെ ഓവർലോഡ് വരുമ്പോൾ അത് എന്താ പറയുക, ഫണ്ട് റിലീസ് ആവാത്തതോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് ഭയങ്കര പ്രഷറായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ കയറുമ്പോൾ തന്നെ പ്രഷറൊക്കെ അവിടെ വെച്ചിട്ടാണ് ഉള്ളിട്ട് കയറുക. പിന്നെ ഞാൻ അധികം ഒന്നും ഉള്ളോട്ട് കയറ്റാറില്ല. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ കിടക്കാൻ നേരത്ത് പറയും ഇങ്ങനെ ഒരു സീൻ ഉണ്ട്, ഞാൻ ഭയങ്കര സാഡായിരിക്കും. ഞാൻ ഓരോ സംസാരിക്കില്ല. ഞാൻ സംസാരിക്കാനുണ്ടാകും, ചോദിക്കും എന്താ പറ്റി. പിന്നെ സൗണ്ട് ഉണ്ടാവില്ല, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ വെച്ച് എന്താ ഉണ്ടാക്കി, എന്താ വഴിയോടാക്കി, ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് ആൾ സൈലൻ്റ് ആയി ചോറ് എടുത്ത് വെച്ചിട്ട് അപ്പോൾ വരാറിന് മേലെ കയറി പിന്നെ ഒരു ഒച്ചപ്പാടൊന്നും ഇല്ല. എനിക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചോദിക്കും അല്ല ഒന്നുമില്ല. പിന്നെ മെല്ലെ പറയുന്നുണ്ട് ഇങ്ങനെയാണെന്ന്. ഞാൻ ആ കാര്യമൊക്കെ ഉണ്ടാ ഉമ്മച്ചും അങ്ങനെ തന്നെ പറയാം. കാരണം അമ്മ അതൊന്നും കാര്യമാക്കണ്ട, കാണാൻ എന്തൊക്കെയോ വലുതുണ്ട് അതൊന്നും ഈ കാര്യമാക്കണ്ട. അപ്പം മൂപ്പരാക്ക് ഭയങ്കര സമാധാനം. നിങ്ങളിപ്പോ നിസ്കാര കുപ്പായം പായിലിരുന്നിട്ടുള്ള കുറേ വീഡിയോസ് ഒക്കെ അത് ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അല്ലാണ്ട് ചില എവിടേക്കോ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു നിസ്കാര കുപ്പായിൽ ഇരുന്നിട്ട് എന്തിനാ വീഡിയോ ചെയ്യുന്നേ. അല്ല അത് നിസ്കാര കുപ്പായം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു പ്ലാൻ ചെയ്ത വീഡിയോസ് അല്ല ചെയ്യണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നൈറ്റിൽ കുറച്ച് ലേറ്റ് ആയി എത്തുമ്പോൾ ഞാൻ എണീക്കലോ അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ക് നോക്കുന്ന സമയത്ത് ആൾ നിസ്കരിക്കാം. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം. മരിവ് കഴിഞ്ഞിട്ട് ഇഷാസ് കിച്ചൻ എണീക്കായിരിക്കും. പിന്നെയും വേണ്ടേ അപ്പോൾ ആളിങ്ങനെ കൈ വെച്ചിട്ട് കിടക്കുന്ന വിലക്ക് ആ വീഡിയോയിലൊക്കെ ഉണ്ടോ, കിടക്കുന്ന വില കൈ വെച്ചിട്ട് കഥ പറയാം. അന്ന് എനിക്ക് തോന്നുന്നത് മറ്റേ എന്താ പറയാ, അല്ല കുറേ കാര്യങ്ങളുണ്ടല്ലോ, പേഴ്സണലി കാര്യങ്ങളും അതേപോലെ തന്നെ എലോൺ മസ്കിന്റെ കാര്യം വരെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എലോൺ മസ്ക് അവിടെ പോയത് ഞാൻ പറയും, ആൾക്ക് അത്ര വലിയ ന്യൂസ് വായിക്കില്ല. ആളിങ്ങനെ സീരിയൽ കാണാം, അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാ ചെയ്യല്, കാർട്ടൂൺ കാണാം, ഇതൊക്കെ പരിപാടി. പിന്നെ ഗെയിംസ് ഉണ്ടല്ലോ, ഏതാ പറയാ നമ്മളെ എന്താ മറ്റേ കളേഴ്സ് പ്രഡിക്ഷൻ പോലത്തെ അങ്ങനെയല്ല, കളർ ഒപ്പിച്ച പോലെ അതൊക്കെ കളിക്കുക. അതൊക്കെ അവളെ മൈൻഡ് സെറ്റ്. അപ്പോൾ ഞാൻ പറയും ഇന്ന ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ന്യൂസിൻ്റെ അറിയാൻ നോക്കും. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആരും ചോദിക്കുമ്പോൾ അതൊക്കെയറിയാം സിമ്പിൾ. അതിൽ ആരെങ്കിലും ഇപ്പോൾ ചോദിക്കും, ഞാൻ കാറിന് ഇവിടേക്ക് വരുമ്പോൾ പറഞ്ഞു കൊടുത്തായിരിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ അപ്രതീക്ഷിതമായിട്ട് ഇതേപോലത്തെ ഒരു കാര്യം അറിഞ്ഞു. വരുന്നപ്പോൾ പെട്ടെന്ന് പുറത്തുള്ള ഒരു ഓപ്പോസിറ്റ് പേഴ്സൺ ചോദിച്ചു ഇങ്ങനെ സംഭവം നടന്നല്ലോ. അതല്ല നമുക്കറിയാം സത്യമായിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരം വന്നിട്ട് ഇതെങ്ങനെ അറിയാം, ആകെ ഞാനൊരു കുറച്ച് വേർഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആള് വെച്ച് ഭയങ്കര നോളജുള്ള കൂട്ടത്തിലാണ്, അങ്ങനെ വിചാരിച്ചു. ഇപ്പൊ നിങ്ങളിങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ കമന്റ്സ് തരാം, ഞങ്ങൾക്ക് അസൂയ തോന്നുന്നു നിങ്ങളുടെ സ്നേഹം അത് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഈ കണ്ണ് കിട്ടാന്നൊക്കെ പറയല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടോ?
എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. കണ്ണിട്ടാണെന്ന് പറഞ്ഞാല് ഞാനത് റിയൽ ആണല്ലോ. അപ്പോൾ കണ്ണിട്ടെന്ന് പറഞ്ഞാല് നമ്മളെ എനിക്കതൊന്നുമില്ല. ഞാൻ അല്ല ആൾക്കാരെ ഇഷ്ടം കൊണ്ട് അങ്ങനെ ചിന്തിക്കണായിരിക്കും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അങ്ങനെ കണ്ടുകിട്ടി പോവാണ് അങ്ങനെയൊന്നുമില്ല. ടെൻഷൻ അല്ല അങ്ങനെയല്ല, ഇപ്പൊ ഉള്ളത് അങ്ങനെ തന്നെ നിൽക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഒരാൾക്കാർ പറഞ്ഞു എന്നുള്ളതിനെ കൊണ്ട് അത് പോകരുത്. അല്ല കുറെ ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ എന്താ അറിയോ, ചിലപ്പോ ഓപ്പോസിറ്റ് പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ട. പിന്നെ കുറെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ കച്ചറ ഉണ്ടാക്കല്, അടി കൂടലില്ലേ? എപ്പോഴും സ്നേഹം മാത്രമേ ഉള്ളൂ, വഴക്കിടാറില്ല. അല്ല നമ്മൾ അടി കൂടുന്ന കണ്ട പിന്നെ ഞങ്ങളെല്ലാം നമ്മൾ അൺഫോളോ ചെയ്ത് പോകുന്നു. അടികൂടാറുണ്ടോ? ചെറുതായിട്ടൊക്കെ. എന്തിനൊക്കെ അടികൂടോ? അത് ചെറിയ കാര്യത്തിൽ ചോദിക്കും. ചിലപ്പോ അങ്ങനെ സോക്സ് കാണാത്തതിന്. അത് ചിലപ്പോ ഡ്രസ് അയൺ ചെയ്യാത്തതിനൊക്കെ എനിക്ക് ഫസ്റ്റ് ആയിട്ട് അയൺ ചെയ്യണം. അതേപോലെ ചപ്പൽസ് കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ട് കൊണ്ടെടുക്കണം. ഈ ആൾക്ക് അതൊന്നും ഇപ്പൊ ആയിട്ട് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് അങ്ങനെ. ഞാൻ ചിലപ്പോ ടൗണിലേക്ക് വിളിച്ചറിയും വാന്ന് പറയുമ്പോ ആള് ചിലപ്പോ അയൺ ചെയ്യാത്ത ഡ്രസ്സ് കെട്ടിട്ട് ഫുൾ സെറ്റ് ആയിട്ട് അപ്പൊ ചിത്തറി. എനിക്ക് തീരെ ഇഷ്ടമല്ല. കോസ്റ്റ്യൂം മാത്രമേ വൃത്തി സെറ്റ് ചെയ്യണം. കാരണം കോസ്റ്റ്യൂം ഒന്നും ഉണ്ടല്ല, ഉള്ള എന്താണെങ്കിലും അതൊന്ന് അയൺ ചെയ്യാൻ നീറ്റ് ആവാ, ചപ്പൽസ് ഒക്കെ ഒന്ന് പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട്. അതിനാണ് കൂടുതലും ചീത്ത ഏറ്റവും കൂടുതൽ ചീത്തട്ട് അതിനാ. പിന്നെ സോക്സ് എപ്പോഴും ഒന്നും ഉണ്ടാവുള്ളൂ, ഒന്ന് എവിടെ പോണെന്നൊരു പിന്നൊക്കെ ചീത്തൊക്കെ കേട്ട് കഴിഞ്ഞ് ലാസ്റ്റ് ഒന്നും ഇട്ടുള്ളൂ. ഒന്ന് സോക്സിനോട് സ്റ്റുഡൻ്റ് ഉണ്ടാവും. എന്തിനാ പാത്രം ഏറ്റവും കൂടുതൽ സങ്കടം വരുത്താൻ? എനിക്കോ എങ്ങനെ പറഞ്ഞിട്ടാ അങ്ങനെയല്ല. ഇതേപോലെ എപ്പോഴെങ്കിലും എന്നോട് ചോദിക്കൂ ഈ അങ്ങനെ തന്നെ പറയുമ്പോ ഞാൻ പറയും എനിക്കറിയാം എൻ്റെ അമ്മ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ നിങ്ങൾക്ക് ഇന്ന് എന്ത് വേണേലും പറയാലോ. അത് പറഞ്ഞാൽ അവിടെ ഇരുന്ന് കേട്ടാളും.